ബഖദിയായിരുന്നു ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതത്തിന്റെ സമ്പാദ്യം. അവരുടെ സമ്പാദ്യം ബഖദിയായിരുന്നു. എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പാവമായിരുന്നു അലി, വളരെ ദരിദ്രനായൊരു സഹാബിയായിരുന്നു. റസൂലുള്ളാഹി പരിഗണിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇദാ ആതാകും മൻ തറളൗന ഖുലുഖഹു വദീനഹു, അതാണ് ഫാത്തിമ ബീവിയെ അന്വേഷിച്ചിട്ട് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് റസൂലുള്ളാഹിയോട് അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നത്. ഒന്നും പറയാതെ അങ്ങനെ മടിച്ചു നിന്നു എന്നാണ് സംഭവം. ഫാത്തിമയ്ക്ക് ചില ആലോചനകൾ വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു, ഫാത്തിമക്ക് ആലോചന വരുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ റസൂലിനോട് ചോദിച്ചോ. അങ്ങനെയാണ്, അങ്ങനെ ചെന്നിങ്ങനെ നിന്നു എന്നാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണ് അലി, എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല റസൂൽ, ഒന്നുമില്ല. ഉണ്ടല്ലോ, പറ, എന്തോ നിനക്ക് ചോദിക്കണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കൂലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ മടിയോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, മുഖത്തേക്ക് നോക്കാതെ, ഫാത്തിമയെ എനിക്ക് കല്യാണം കഴിച്ചു തരികയാണെങ്കിൽ ഞാൻ അവളെ പൊന്നു പോലെ നോക്കും എന്ന് പറഞ്ഞു. റസൂൽ ഇങ്ങനെ കുറച്ചു നേരം മിണ്ടാന്നിട്ട് ചെന്നിട്ട് വാരിപ്പുണർന്ന് പറഞ്ഞു, ഫാത്തിമ നിനക്കുള്ളതാണ്. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. വല്ലാത്തൊരു സംഭവമാണത്. കല്യാണം നിക്കാഹ് കഴിഞ്ഞിട്ടും കുറച്ച് മാസങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹിയും പോയി. റസൂലിന്റെ ഹൃദയമാണ് ഫാത്തിമ. ഫാത്തിമയുടെ കൂടെ പോവാണ്. എന്നിട്ട് ആ ചെറിയ കൂരപ്പുരയിലേക്ക് കയറിയിട്ട് റസൂലുള്ള മകളെ ഇങ്ങനെ കവിളിൽ പിടിച്ചുകൊണ്ട് നൽകുന്നൊരു ഉപദേശമുണ്ട്. മോളെ, ഇവിടെ നിനക്ക് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ നീ പട്ടിണി കിടക്കേണ്ടി വരും, മോളെ വിഷമിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അലി പാവമാണ്, ദരിദ്രനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യാം, നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിന്റെ കയ്യിലാണ് ഉപ്പ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും നിനക്ക് അതിൽ സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, ഇതെന്റെ കരളാണ്, എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് എന്റെ ഫാത്തിമ, പൊന്നുപോലെ നോക്കണം കേട്ടോ. നീ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ, അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ, പട്ടിണിയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ ആ ചെറിയ പുരയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. മറ്റു ഭാര്യമാർ കൂടെ പട്ടിണി തന്നെയായിരുന്നു പലപ്പോഴും. പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി ആഗ്രഹിക്കുന്നത് നല്ല കുറച്ച് ഈത്തപ്പഴം കഴിക്കണം എന്നാണ്. മധുരമുള്ള ഈത്തപ്പഴം. മധുരമുള്ള ഈത്തപ്പഴം കിട്ടുക എന്നുള്ളത് ഈ അറേബ്യയിലൊരു വലിയ സംഭവമാണോ? അല്ല. പക്ഷെ പണം വേണം. പണമില്ല എന്ന്, അലിയുടെ കയ്യിൽ പണമില്ല എന്ന് ഫാത്തിമ ബീവിക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞില്ല, അലിയോട് പറഞ്ഞില്ല, മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഒരു ദിവസം നട്ടുച്ച നേരത്ത് വെയിൽ കൊണ്ട് വാടിത്തളർന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നു, സലാം പറയുന്നു, ഭക്ഷണം തുറന്നു കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബീവി ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പറഞ്ഞുപോയി, കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു പ്രിയതമ്മയോട് പറയാണ്, ഫാത്തിമ, ഈ ഭക്ഷണം ഒന്ന് അടച്ചു വെക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറയും. ഭക്ഷണം മുഴുമിപ്പിക്കാതെ അടച്ചു വെച്ച് ആ പൊരി വെയിലിലേക്ക് വീണ്ടും ഇറങ്ങാണ്. ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അതിന് വില ചോദിച്ചു. കൊടുക്കാൻ പണമില്ല. അരപ്പട്ട അഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതിനെന്താണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് തന്നോളൂ. അങ്ങനെ ആ ഈത്തപ്പഴമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരികയാണ്. കുറച്ച് ഈത്തപ്പഴം. അപ്പോഴാണ് ഒരു പാവം സഹാബി, വിശന്നൊട്ടിയ വയറുണ്ട്, കണ്ടാൽ തന്നെ അറിയാം, മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ട്, ചുണ്ടുണങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയാം, അലി, ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി, വെറും വെള്ളം കുടിച്ചിട്ടാ ജീവിക്കുന്നത്, വല്ലതുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ വല്ലതുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. വിഷമം കൊണ്ട് ചോദിക്കുകയാണല്ലേ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വേറൊന്നും ആലോചിച്ചില്ല, അതെടുത്ത് കൊടുത്തു ആ ഈത്തപ്പഴം. ആർത്തിയുടെ ആനന്ദം കൊണ്ട് അത് മുഴുവനും കഴിച്ചു ആ മനുഷ്യൻ. അപ്പൊ അലി ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? കയ്യിലില്ല, വേറെന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വാങ്ങാനുമില്ല. വെറും കൈയോട് കൂടി വരികയാണ് വീട്ടിലേക്ക്. അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ കുറച്ച് ദൂരം തന്നെ കണ്ടു, വന്നു, സലാം പറഞ്ഞു, ഭക്ഷണം തുറന്നു കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വാങ്ങിയിരുന്നു ഫാത്തിമ, പക്ഷെ ആ പാവം മനുഷ്യനെ കണ്ടപ്പോൾ ഞാനത് കൊടുത്തു. നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാണ്ടല്ലോ, അതുപോലും കഴിക്കാനില്ലാത്തൊരു പാവം മനുഷ്യനാണ് ഞാനത് കൊടുത്തു. ഫാത്തിമ ഒന്നും പറയുന്നില്ല, ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോയിട്ട് പായയിൽ കിടന്നു അലി റളിയല്ലാഹു അൻഹു. തൊട്ടടുത്ത് വന്ന് കിടന്നു ഫാത്തിമ ബീവി. ഒന്നും പരസ്പരം ഇങ്ങനെ മിണ്ടുന്നില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിറഞ്ഞ കണ്ണുകളോടുകൂടി പ്രിയതമയോട് ചോദിക്കുകയാണ്, ഫാത്തിമ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് സങ്കടമുണ്ട്. നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി വേറെ വാങ്ങാൻ എൻ്റെ അടുത്ത് നിവൃത്തിയില്ല, നിനക്ക് സങ്കടമായോ എന്ന് ചോദിച്ചു.
അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഫാത്തിമ ബേബി ഭർത്താവിനോട് പറയാണ്, എന്ത് സങ്കടം, ഈത്തപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം കഴിക്കാനാണ്. നിങ്ങൾ എന്നോട് വന്നിട്ട് അത് പറഞ്ഞപ്പോ, തൊണ്ട നനക്കാനൊരു മനുഷ്യന് അന്നം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഞാൻ. ഇതാ പറഞ്ഞത്.